അല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒന്നോ അതിലധികമോ വികാരങ്ങൾ നെഗറ്റീവ് ആയി മാറിയിരിക്കുന്നു. അഭികാമ്യമല്ലാത്ത വികാരം കോപം, നീരസം അല്ലെങ്കിൽ വിഷാദമാകാം. നിങ്ങൾ അത് മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിച്ചേക്കില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ പരിശോധിക്കണം. സുഖപ്പെടാത്ത ഒന്നോ അതിലധികമോ സംഭവങ്ങൾ നിങ്ങളുടെ അഭികാമ്യമല്ലാത്ത വികാരങ്ങളുടെ തീവ്രതയ്ക്ക് കാരണമാകും. അവ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് സ്വയം പരിവർത്തനം ആരംഭിക്കാൻ കഴിയും. അഭികാമ്യമല്ലാത്ത ഒരു വികാരം ഒരു ശാശ്വതമായ കാര്യമായിരിക്കണമെന്നില്ല, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളോട് എങ്ങനെ തോന്നുന്നുവെന്ന് എല്ലായ്പ്പോഴും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. അതിനാൽ നിങ്ങളെത്തന്നെ നന്നായി അറിയാൻ നിങ്ങളുടെ ഹൃദയം തുറക്കുക. കാരണവും ഫലവും മനസ്സിലാക്കാൻ, നിങ്ങളുടെ കഥകളുടെ പല വശങ്ങളും വീണ്ടും ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭികാമ്യമല്ലാത്ത വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുമ്പോൾ, നിങ്ങൾക്ക് ആത്മസൗഖ്യത്തിന് നിങ്ങളെത്തന്നെ സഹായിക്കാനാകും. കർമ്മം അനുഭവിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. പക്ഷേ സ്വാധീനത്തിന്റെ തടസ്സം, ഇടുങ്ങിയ കാഴ്ചപ്പാട്, അജ്ഞാതമായതിനെക്കുറിച്ചോ അസാധ്യതയെക്കുറിച്ചോ ഉള്ള ഭയം എന്നിവ കാരണം നിങ്ങൾ അങ്ങനെ കരുതുന്നില്ല. അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ വിശ്വാസം, പ്രതീക്ഷ, വിധി എന്നിവയിലേക്ക് ആഴത്തിൽ നോക്കണം. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഉപേക്ഷിക്കുന്നത് പോലെ നിങ്ങൾ പഠിക്കേണ്ട ചിലതുണ്ട്. ഉപാധികളില്ലാത്ത സ്നേഹവിന്യാസത്തിനായി ഊർജ്ജസ്വലമായ പരിവർത്തനം നേടുന്നതിന് നിങ്ങളുടെ ആന്തരിക ലോകത്ത് കൂടുതൽ സജീവമായി ഇടപെടാൻ കഴിയും. സ്വയം ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഓരോരുത്തരെയും സന്ദർശിച്ച് അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്ന് നിർണ്ണയിക്കുക. വിവിധ കാരണങ്ങളാൽ ആളുകളിൽ നിന്നുള്ള ശ്രദ്ധ നിങ്ങളുടെ നല്ല വികാരത്തെ ഗ്രഹിക്കുന്നു. ചെറുപ്പത്തിൽ അത് കുടുംബ സ്നേഹത്തിനു വേണ്ടിയായിരുന്നു. കാലം കടന്നുപോകുമ്പോൾ, സ്നേഹം നിങ്ങളുടെ ശൂന്യത നികത്താനുള്ള ആവശ്യകതയുമായി പൊരുത്തപ്പെട്ടു. ഒരു നിമിഷം നല്ല വികാരം ആഗ്രഹിക്കുന്നിടത്തോളം, ഈ ആസക്തി നിങ്ങളെ ഉള്ളിൽ പതുക്കെ കൊല്ലുന്നുവെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ആത്മാവ് ഉണരുകയില്ല. ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ഈ ആഗ്രഹത്തെ ആശ്രയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ശാശ്വതമായ ആത്മസ്നേഹം വേണമെങ്കിൽ, ഇവിടെ ഒരു സ്വതന്ത്ര ഇച്ഛാശക്തി പ്രയോഗിക്കേണ്ടതുണ്ട്. അത് സാധ്യമാണ്. നിങ്ങളുടെ വികാരത്തെക്കുറിച്ചുള്ള അവബോധം ഒരു ആത്മീയ ഉണർവാണ്. നിങ്ങളുടെ വികാരത്തിന്റെ ഉത്തരവാദിത്തം ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ വികാരത്തിന്റെ പുനഃക്രമീകരണം ഒരു സ്വയം പരിവർത്തനമാണ്. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക സ്വത്വത്തിന് മുൻഗണന നൽകിയിട്ടില്ല എന്നതാണ് പോരായ്മ. അതിനുപുറമെ, നിങ്ങൾ മറ്റാരുടെയും സ്വന്തമല്ല, നിങ്ങളുടേതാണ്. അതിനാൽ നിങ്ങളുടെ ബോധ്യപ്പെട്ട പ്രവൃത്തി നിരസിക്കാൻ നിങ്ങളുടെ ആന്തരിക ശക്തിയും ധൈര്യവും പ്രകടിപ്പിക്കുക. എല്ലാത്തിനും നിങ്ങളുൾപ്പെടെ ഊർജ്ജമുണ്ട്. നിങ്ങളുടെ സംവേദനം ആളുകളോട് അമിതമായി സജീവമായതിനാൽ, നിങ്ങൾ ഏത് ഊർജ്ജത്തിലാണ് ഏർപ്പെടുന്നതെന്നും ആഗിരണം ചെയ്യുന്നതെന്നും ഓർമ്മിക്കുക. ചിലത് നിങ്ങളുടെ ജീവശക്തിയെ ചോർത്തുന്നു. മാറ്റാൻ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ, ഒടുവിൽ നിങ്ങൾക്ക് ഒരു ജീവശക്തിയും അവശേഷിക്കില്ല. അതിനാൽ അവബോധമാണ് സ്വയം പരിവർത്തനത്തിനുള്ള താക്കോൽ. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. മറ്റ് ഊർജ്ജങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യകരമായ അതിർത്തി വരയ്ക്കണം. ഒന്നാമതായി, നിങ്ങളുടേതും അവരുടേതും എന്താണെന്ന് നിങ്ങൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഊർജ്ജങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നത് പ്രതികൂല ഊർജ്ജത്തെ തീവ്രമാക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടും പുറത്തുവിടണം, കാരണം ഇഷ്ടം ആകർഷിക്കുന്നു. പിന്നീട് നിങ്ങൾ പ്രതികൂല ഊർജ്ജത്തിൽ നിന്ന് അകന്നുപോകുമ്പോൾ, നിങ്ങളുടെ പ്രകാശ ഊർജ്ജം അതിനെ വ്യതിചലിപ്പിക്കാൻ വികസിക്കുന്നതിനാൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നത് കുറയും. നിങ്ങൾ പകൽ സ്വപ്നം കണ്ടാലും ഉറക്കത്തിൽ സ്വപ്നം കണ്ടാലും, അതിന്റെ വിവരങ്ങൾക്ക് നിങ്ങളുടെ മുൻകാല ജീവിതം, കർമ്മം, ഉപബോധ മനസ്സ്, പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്നിങ്ങനെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നേടാൻ കഴിയും. ആത്മീയ സന്ദേശവും ആന്തരിക മാർഗനിർദ്ദേശവും പോലും നിങ്ങളെ നയിക്കുന്നതായി തോന്നാം. ആത്മാവിന്റെ രോഗശാന്തിക്കായി നിങ്ങളുടെ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ നിങ്ങൾ സ്വപ്നദൃശ്യം ഉപയോഗിക്കണം. പഴയ സ്വപ്നങ്ങൾ, നിങ്ങൾ നഷ്ടപ്പെടുത്തിയതോ നിരസിച്ചതോ ആയ പഴയ സ്വപ്നങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ തെറാപ്പി സെഷനിൽ ഹിപ്നോസിസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ എന്തോ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സത്യം കണ്ടെത്താൻ നിങ്ങൾ സ്വയം ആശ്രയിക്കണം.